ഇത് കൊല്ലം ഇളമാട് കാരിക്കൽ സ്വദേശി ജലീൽ. കാഴ്ചപരിമിതികളെ അതിജീവിച്ച് കൃഷിയിൽ നൂറുമേനി വിജയം നേടിയ കർഷകൻ. ക്രഷർ യൂണിറ്റിലെ ജോലി ചെയ്തു വരവെയാണ് ജലീലിൻ്റെ 2 കണ്ണുകളിലും പാറച്ചീളുകൾ തുളച്ചു കയറുകയും തുടർന്ന് കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തത്. 3 തവണ ഓപ്പറേഷൻ ചെയ്തു. തിരുവനന്തപുരം പാളയം കണ്ണാശുപത്രിയിലും തിരുനെൽവേലിയിലുമാണ്. കാഴ്ചയൊന്നും തിരിച്ചു കിട്ടിയില്ലേ. സർജറികൾ പലതും നടത്തിയെങ്കിലും കാഴ്ച തിരികെ ലഭിച്ചിരുന്നില്ല. പറക്കമുറ്റാത്ത 2 മക്കളും ഭാര്യയുമൊത്തുള്ള കുടുംബജീവിതം പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു. ജീവിത പ്രതിസന്ധികളെ വെല്ലുവിളികളോടെ നേരിട്ട് ജീവിതത്തിൽ കൃഷിയിലൂടെ വിജയം കണ്ട ഒരു കർഷകനെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇദ്ദേഹം കൊല്ലം ജില്ലയിലുള്ള വെളിനല്ലൂർ ഗ്രാമപഞ്ചായത്തിലുള്ള ഒരു കർഷകനാണ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും പ്രതിസന്ധികളെ തരണം ചെയ്ത് അദ്ദേഹം കൃഷിയെ നെഞ്ചോട് ചേർത്ത് ജീവിക്കുന്ന ഒരു കർഷകനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തും എപ്പോഴും അതെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തും വഴികാട്ടിയായിട്ട് തന്നെ എപ്പോഴും കൂടെയുണ്ട്. ഇതിൽ എടുത്തു പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യം 2 കണ്ണുകൾക്കും കാഴ്ച പൂർണ്ണമായും ഇല്ലാത്തൊരു സാഹചര്യമാണ്. ഇദ്ദേഹം ഒരു ക്രഷർ യൂണിറ്റിൽ ജോലി ചെയ്യുന്ന സമയത്തായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടത്. കൂടുതൽ വിശേഷങ്ങൾ അദ്ദേഹം തന്നെ നമ്മളുമായി പങ്കുവെക്കും. അത് കുഴപ്പമില്ല, അത് ഞാൻ നോക്കിക്കോളാം വിടും. ഇനി ഇത് നമ്മളെ സാമ്രാജ്യം ആയടാ. ഇനി നിനക്ക് ഒന്നും പറയണ്ട. എവിടെയൊക്കെ എന്തെല്ലാം സാധനം നിൽപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനിയേ ഇവിടെ നിന്ന് ചേന 10 കൂടി ചേന ഉണ്ടായിരുന്നല്ലോ തുണില്. ഇവിടെ നിന്ന് കൊണ്ടുപോയി തിന്നതാ. ഇന്ന് ഇതിനകത്ത് വല്ല ഇറങ്ങിയിട്ടുണ്ടോന്ന് കണ്ണോടിച്ച് നോക്കണ്ട. ഇന്നെ പിള്ളേരെ ആരെ ഇറക്കി വീട്ടിൽ നോക്കേണ്ടെന്നില്ലേ. എവിടെയെങ്കിലും വല്ല മറിച്ചിട്ടുണ്ടോ? കൊള്ളാം, കൃഷി കൊള്ളാം. കൃഷി കൊള്ളാമോ? അങ്ങ് അറ്റം വരെ ഉണ്ട്. ഇതെല്ലാം കണ്ണില്ലാത്തവൻ ചെയ്തതാ. ആരെങ്കിലും പറയുമോ? അതാണ് അതൊക്കെ അതെനിക്കറിയാം. ഇതെന്റെ സാമ്രാജ്യമായെന്ന് പറഞ്ഞില്ലേ നിന്റെ കൂടെ. ഇത് കഴിഞ്ഞല്ലാത്ത ചേന ഇപ്പൊ കിളക്കാൻ ഇട്ടേക്കുവാ. ഓണത്തിന് കിളക്കാണോ തുന്നില്ലേ? ഇവിടെ തുന്നിൻ്റെ തോലില്ല അടിയിക്കുന്ന കൊലയെന്ന് വിളഞ്ഞ നോക്കിയാണ്. ഏറ്റവും അടിയിക്കുന്ന കപ്പക്കൊല. നീ നിൽക്കുന്ന സ്ഥലത്ത് എൻ്റെ അപ്പുറത്തെ പണയില് അല്ല ആ പണയില് അറിയാമോ വിളഞ്ഞോന്ന് നിനക്ക്? തന്നെ ആണല്ലോ. ഇത് നല്ലോണം വിളഞ്ഞില്ലേടാ. വിട്ടട്ടാ വെട്ടിക്കോ. ആറും 2.5 വയസ്സുള്ള ഒരു കുഞ്ഞുങ്ങളെയും കൊണ്ട് അത് എടുത്തു വെക്കുന്നില്ല. ഇരിക്കട്ടെ, കൈ വെച്ചോടാ. ജീവിതത്തിന് നടുക്കടലിനും ഇടയിൽപ്പെട്ട ഒരു മുമ്പോട്ടും പോകാനൊക്കത്തില്ല പുറകോട്ടും പോകാനൊക്കാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മളെ ജീവിതത്തിന്റെ മക്കളെ വളർത്തിയതിന് ഒരുപാട് കണ്ണീരിന്റെയും കഥനത്തിന്റെയും നീർച്ചാലുകൾ ഒരുപാടുണ്ട്. ഒരുപാട് പേരൊന്നും സഹായിക്കാനെത്തിയില്ല. പട്ടിണിയും പരിവട്ടവും ഒരുപാടുണ്ടായിട്ടുണ്ട്. എൻ്റെ മകളെ പോലും സ്കൂളിൽ വിടാനൊക്കാത്ത സ്റ്റേജിൽ ഞാൻ മാസങ്ങളോളം വീട്ടിൽ നിർത്തിയിട്ടുണ്ട്. വീണ്ടും ബന്ധുമിത്രാദികൾ ഒരുപാട് പേര് പോലും തിരിഞ്ഞു നോക്കുകയോ സഹായിക്കുകയൊന്നും ചെയ്യാത്ത അവസ്ഥയിലേക്ക് ഒരുപാട് സമ്പത്തുള്ളവരുണ്ട്. എൻ്റെ ബന്ധുമിത്രാദികൾ അവസ്ഥയിലായിട്ടുണ്ടായിരുന്നു. ഈ കൃഷിയൊക്കെ ചെയ്ത് മുന്നോട്ട് വന്നപ്പം കുറേശ്ശെയൊക്കെ എൻ്റെ മക്കൾക്ക് വേണ്ടി ഇതിൽ നിന്ന് എടുത്തുകൊണ്ട് കൊടുത്ത് പൈസ മേടിച്ച് പഠിപ്പിക്കാനും മറ്റുള്ള കാര്യത്തിനൊക്കെ ഒരുപാട് എനിക്ക് കിട്ടി. തപ്പിയാലും തടഞ്ഞായാലും ഇതൊന്നും അല്ല പ്രത്യേകത. ഇതിനകത്ത് ഞാൻ ഈ കണ്ണിൽ കാഴ്ചയില്ലാതെ കൃഷി ചെയ്യാൻ പോകുന്നെങ്കിലും എൻ്റെ കയ്യിലോ കാലിലോ ഒന്നും ഒരുപാട് വെട്ടുകളും മുറിവുകളും ഒന്നും കൊണ്ടാൽ സർവശക്തനായ തമ്പുരാൻ എന്നെ സഹായിക്കുക. കൂട്ടിലുണ്ട് സഹോദരന്മാരെ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇങ്ങനെ
2.5 വയസ്സൊക്കെ ആയ പിള്ളേരൊക്കെ ഉള്ള ഒരാൾ ഇങ്ങനെ ഒരു ഗതിയിലേക്ക് ആർക്കും വരല്ലേ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുക തമ്പുരാനോട്. കാരണം ഈ ദുരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാലേ ആ മക്കളുടെ ജീവിതത്തിന്റെ സ്ഥിതി എന്തുവാകുമെന്നറിയാം. ആർക്കും വരില്ല, ഒരു ചെറുപ്പക്കാർക്കാർക്കും വരില്ല. ചെറുപ്പക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ തീർന്ന് എല്ലാവരും ഉപേക്ഷിക്കൂടെ. തലേന്ന് നമ്മൾ ചെയ്ത് കൊടുത്തവരും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നവരും കൈമലത്ത് അവൻ ഇനി നൂറുമില്ല, അവനെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളത്തില്ലെന്ന് കണ്ടു കഴിഞ്ഞു. എൻ്റെ അനുഭവമാണ്. ഇപ്പോഴും എനിക്ക് കൃഷി ചെയ്യാനുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ 1 ഏക്കർ വസ്തു ഉണ്ടെങ്കിലും ആദ്യം നിന്ന് ഡെയിലി അങ്ങ് ജോലി ചെയ്യണമെന്നുള്ള ആഗ്രഹം. അങ്ങനെ നമ്മൾ ഷുഗറൊക്കെ കയറി കൂടി നടക്കാൻ വയ്യാത്ത ഭയങ്കരമായ രീതിയിലായി. ഇപ്പോഴാണ് ഞാൻ ഈ വയലിൽ കൃഷി തുടങ്ങിയപ്പോഴാണ് എൻ്റെ ശരീരത്തിന് ഉന്മേഷവും ഉത്സാഹവും ഊർജവും വന്നത്. എനിക്ക് അന്യ രോഗങ്ങളൊന്നും ഇതില്ല, ഷുഗർ പോലും ഇല്ല, വളരെ നോർമലാ. കൃഷിന്ന് കിട്ടിയ ഒരു പവർ. അതാണ് എനിക്ക് കാഴ്ച പോകുന്നതിന് മുമ്പ് എനിക്ക് ഷുഗർ ഇല്ലായിരുന്നു, ഒരു രോഗവും ഇല്ലായിരുന്നു. ഇപ്പോഴും ഇവിടുത്തെ ഈ വഴികളും പാറയും എല്ലാം കൃത്യമായിട്ടുണ്ടെന്ന് അറിയാം. പിന്നെ കണ്ണുകൊണ്ടെല്ലാം കാണുന്നു, എല്ലാം ഉള്ളുകൊണ്ട് കാണുന്നുണ്ട്. ചിലർ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇവിടെ അതിന് കണ്ണിന് കുഴപ്പമൊന്നുമില്ല, ആണിയൊക്കെ ചെയ്യാന്നൊക്കെ ചിലരൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും കൂടെ തന്നെ സുനിലും പറയും. പക്ഷെ എൻ്റെ കണ്ണ് പോകുന്നതിന്റെ തലേന്ന് ഒരു ലോഡ് വിറവ് വരെ വെട്ടിക്കൊണ്ട് വന്ന് എൻ്റെ ഭാര്യയ്ക്ക് നേരം വീട്ടിൽ മുമ്പിൽ കൊണ്ടിട്ട് കൊടുത്തതാണ്. ഇപ്പോഴാ എന്തെങ്കിലും ഈ തൊഴിലുറപ്പെങ്കിലും ചെയ്യാനായത്. മുറുക്കാൻ പിടിയുണ്ട്, ചെറിയൊരു മുറുക്കാൻ കച്ചവടം. പിന്നെ എന്തെങ്കിലും ചള്ളം പൊട്ടുക. നാരങ്ങ ഉള്ളതൊന്നുമില്ല, മുറുക്കാനും പീടിയേ ഉള്ളു കച്ചവടം കൂടുതലായിട്ട്, അല്ലാതെ വേറെ ഒന്നുമില്ല. വേറെ ഒന്നും കച്ചവടം ചെയ്യാനൊന്നും സാമ്പത്തികമായി നമ്മൾ എടുത്ത് നികത്താനും കൊടുക്കാനും ഉണ്ടോ? കച്ചവടമൊക്കെ നടക്കും. 50,000 രൂപയൊക്കെ മുടക്കി ഇവിടെ കച്ചവടം ചെയ്യുവാണെങ്കിൽ ഒരു കച്ചവടം ചെയ്ത് ജീവിക്കാം. ഒരുമിച്ചൊക്കെ 50,000 10,000 എടുത്ത് മുടക്കാൻ നമ്മളൊരു ശേഷിയുണ്ടോ? എനിക്ക് പിന്നിൽ കാണുന്നതാണ് ജലീലേട്ടന്റെ വീട്. 2 കുട്ടികളും അതുപോലെ തന്നെ ഭാര്യയും അടങ്ങുന്ന കുടുംബമാണ് അദ്ദേഹത്തിൻ്റെത്. ഭാര്യ തൊഴിലുറപ്പിന് പോയിട്ട് ഉള്ള ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മക്കള് വെൽഡിങ്ങിന്റെ ജോലി ചെയ്യുന്നുണ്ട്. മകൾ +2 പഠിക്കുന്നു. അങ്ങനെ സന്തുഷ്ടമായ കുടുംബമാണ്. വളരെ സന്തോഷഭരിതമായിട്ടാണ് അവരുടെ ജീവിതം ഉള്ളതുകൊണ്ട് ഓണം പോലെ അവർ കഴിഞ്ഞു കൂടുന്നത്. പിന്നെ അതുപോലെ തന്നെ ചേട്ടൻ ഒരു ചെറിയൊരു കടയും ഒക്കെ വീടിനോട് ചേർന്ന് ഉണ്ട്, ചെറിയ മുറുക്കാൻ കടയൊക്കെയാണ്. അപ്പം ഈ വിശേഷങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു നാടിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നന്ദി, നമസ്കാരം.